ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വെട്ടാൻ പോകുന്നത് ഒരു വീഡിയോയുടെ കട്ടിങ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഹിപ്പളവ് ഹിപ്പളവ് നമ്മുടെ ഇടുപ്പളവ് മാത്രം വെച്ച് എങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ്. ആദ്യം അതിൻ്റെ കൈ വെട്ടുകയാണ്. കൈയുടെ വണ്ണം നമ്മൾ അളന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിപ്പളവ് എത്രയാണോ അതിൻ്റെ 4/1 എടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക. അതായത് ഹിപ്പളവ് 34 നമ്മളിവിടെ അളന്നെടുത്തത്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 9.5 ഇഞ്ചാണ് നമ്മളിവിടെ വണ്ണം അളന്നെടുത്തേക്കുന്നത്. ഇറക്കം എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചാണ് കൈ ഇറക്കം വരുന്നത്. കൈ ഇറക്കം നമ്മൾ എത്രയാണോ എടുക്കുന്നത്, ഓരോരുത്തർ കൂടിയിരിക്കാം കുറഞ്ഞിരിക്കാം. പക്ഷേ ആ കൈ വെട്ടുമ്പോൾ നമ്മൾ വിട്ട് എപ്പോഴും 2 ഇഞ്ചും ആം ഹോളിൻ്റെ അവിടെ 3 ഇഞ്ച് ഇറക്കി വേണം കട്ട് ചെയ്യാൻ. ഇതിൽ ഞാൻ അളവ് എഴുതിയിട്ടുണ്ട്. ഇനി വണ്ണം നമ്മൾ അതുപോലെ തന്നെയാണ് അളന്നെടുക്കുക. അതായത് നമ്മുടെ 34 ഇഞ്ചിൻ്റെ 4/1 8.5, 8.5യുടെ കൂടെ 3 ഇഞ്ച് കൂട്ടണം. 3 ഇഞ്ച് കൂട്ടി വേണം ബ്ലൗസിൻ്റെ വണ്ണം അളന്നെടുക്കാനുള്ളത്. പിന്നെ ലെങ്ത് നമുക്ക് ഇത് വെച്ച് തന്നെ കണക്കാക്കാം, അളന്നെടുക്കുകയൊന്നും വേണ്ട. അതായത് ഒരു 34 ഇഞ്ച് ഇടുപ്പ് വണ്ണം വരുന്ന ഒരാളിന് ഉറപ്പായിട്ടും ഒരു 15.5 ഇഞ്ച് ലെങ്ത് വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് കൂടി അല്ല 1 ഇഞ്ച് കൂട്ടിയോ നമ്മൾ അളന്ന് എടുത്ത് വെട്ടണം. അതുപോലെ ഷോൾഡർ എപ്പോഴും നമ്മൾ 5 ഇഞ്ച് കൂടുതൽ എടുക്കരുത്. വിട്ട് അത് 2 ഇഞ്ച് കൂടുതലും എടുക്കരുത്. കഴുത്തിറക്കം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. ഇതിപ്പോൾ ഒരു 7.5 ഇഞ്ച് കഴുത്താണ് അവർക്ക് ഇറങ്ങാനുള്ളത്. പിന്നെ ബാക്ക് മാത്രം ഒരു 2.5 ഇഞ്ച് വിട്ട് കൊടുക്കണം. ബാക്ക് ഇറക്കത്തിൻ്റെ അവിടെ ഷോൾഡർ ഭാഗത്ത് എപ്പോഴും 2 ഇഞ്ചേ വരാവൂ. ഇറക്കത്തിൻ്റെ അവിടെ ഒരു 2.5 ഇഞ്ച് വിട്ട് കൊടുത്ത് വേണം നമ്മൾ ഇടാൻ. ആം ഹോൾ 6 ഇഞ്ച് കൂടുതൽ എടുക്കുകയേ ചെയ്യരുത്. ഏത് ബ്ലൗസ് വെച്ചാലും 6 ഇഞ്ച് എടുക്കാവൂ. അതിൻ്റെ പകുതി വെച്ച് വേണം നമ്മൾ കെർവ് അടയാളപ്പെടുത്താൻ. ആ 6 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് കുഴിച്ച് നമ്മൾ കെർവ് അടയാളപ്പെടുത്തി ആം ഹോൾ വെട്ടണം. ഇത്രയേ ഉള്ളൂ ബ്ലൗസ് വെട്ടാൻ. ബാക്ക് ഇപ്പോൾ വെട്ടിയെടുക്കുക നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട്. ഇനി ഈ ബാക്ക് വെച്ച് നമ്മളൊരു പേപ്പറിൽ പാറ്റേൺ വെട്ടണം. പേപ്പർ എടുത്ത് വെച്ചിട്ട് ഈ ബാക്ക് അതിൽ വെക്കണം. ബാക്ക് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കണം. അത് കട്ടിങ് വെട്ടുമ്പോൾ തയ്യൽ തുമ്പ് പോകാനാണ്. ബാക്കി നമ്മൾ ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യുക. പേപ്പറിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കഴുത്ത് നമ്മൾ ബാക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് ചിലപ്പോൾ നമ്മൾ 7 8 ഒക്കെ ആയിരിക്കും ഇറക്കണം. അത് വെച്ചങ്ങ് മാർക്ക് ചെയ്ത് കളയല്. ഫ്രണ്ട് കഴുത്ത് നമ്മൾ 6 ഇഞ്ചിൽ കൂടുകയും ചെയ്യല്. ഇനി കുറച്ച് കഴുത്തിറക്കം കുറച്ച് മതിയെന്ന് പറയുന്നവർക്ക് മാത്രം കഴുത്തിറക്കം കുറയ്ക്കുക. ഇല്ലെങ്കിൽ ആ 6 ഇഞ്ച് തന്നെ എടുക്കാം. കാരണം മേളിലും താഴെയും തയ്യൽ തുമ്പ് പോകുമ്പോൾ വീണ്ടും 6 ഇഞ്ച് തന്നെ കഴുത്ത് വരും. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് തന്നെ കഴുത്തിറക്കണം. വിഡ്ത്ത് 2 ഇഞ്ചേ കൂട്ടാവൂ. അതിൽ ഒരു ശകലം പോലും കൂട്ടരുത്. മേളിൽ ഷോൾഡറിൻ്റെ അവിടെ കഴുത്ത് വിട്ട് നമ്മൾ 2 ഇഞ്ചേ കൂട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ 2 ഇഞ്ചേ കൂട്ടാവൂ. കാരണം ഈ തയ്ച്ച് വരുമ്പോൾ അത് നല്ല ഭംഗിയുള്ള കഴുത്തായിരിക്കും, അത്രേ വരാവൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടും. ഒരുപാട് ലെങ്തായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കട്ടിങ് വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയെടുത്താൽ കട്ടിങ് വീഡിയോ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കട്ടിങ് വീഡിയോ മാത്രം ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ് കൂടെ കണ്ടാലേ നിങ്ങൾക്ക് ഈ അളവിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യും എന്ന് മനസ്സിലാവുള്ളൂ. കൈവണ്ണമൊക്കെ നമ്മൾ ആം ഹോൾ പിടിച്ച് അളന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മളെ ബ്ലൗസിൻ്റെ ഹിപ്പ് അളവിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി കൈവണ്ണം അങ്ങ് എടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് പേപ്പർ പാറ്റേൺ നമ്മൾ ഈ ബാക്ക് വെച്ച് വെട്ടിയെടുക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഫ്രണ്ട് കഴുത്ത് മാത്രം നമ്മൾ ഒന്നുകൂടെ അളന്ന്
വെട്ടിയാൽ മതി. അതും പാടില്ല, 6 ഇഞ്ച് തന്നെയാണ്. ഏത് ബ്ലൗസിനും 6 ഇഞ്ച് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ ഷോൾഡർ വെട്ടുന്നതാണ്. ഷോൾഡർ വെട്ടുമ്പോൾ മേളിൽ ഷോൾഡർ ഭാഗത്തുനിന്ന് അല്ല, ഷോൾഡറിലെ കട്ടിങ്സ് വെട്ടുമ്പോൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് വിടണം. എന്നിട്ട് ഒരു 10.5 ഇഞ്ച്, 34 ഇഞ്ച് ഹൈറ്റ് വണ്ണം ഉള്ളതുകൊണ്ടാണ് ഒരു 10.5 ഇഞ്ചിൽ നമ്മൾ താഴ്ത്തി എടുക്കണം. അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴ്ത്തി ഡോട്ട് ഇടാനുള്ളത് എടുക്കണം. 2.5 ഇഞ്ച് താഴ്ത്തി. ഇത് വണ്ണമുള്ള ബ്ലൗസ് ആയതുകൊണ്ടാണ് 5 ഇഞ്ച് വേണം നമ്മൾ കട്ടിങ്ങിൻ്റെ ഹൈറ്റ് കൊടുക്കാൻ. 2 സൈഡും 5 ഇഞ്ച് കൊടുക്കണം. ഇടുപ്പിൻ്റെ അങ്ങോട്ട് വരുന്ന സൈഡും കൊടുക്കണം, ഈ ഫ്രണ്ട് വശവും കൊടുക്കണം, സൈഡിലും കൊടുക്കണം. 2 സൈഡും നമ്മൾ 5 ഇഞ്ച് തന്നെ കട്ടിങ്ങിൻ്റെ ഹൈറ്റ് കൊടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കണം. ഇതുപോലെ കർവ് ചെയ്ത് വരച്ച് നമ്മൾ വെട്ടിയെടുക്കണം, കട്ടിങ് വെട്ടിയെടുക്കണം. ഈ കട്ടിങ് വെട്ടിയിട്ട് സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ കട്ടിങ് ഒഴിവാക്കണം. അതുകൊണ്ടാണ് 2 സൈഡും 5 ഇഞ്ച് തന്നെ ഹൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഒഴിവാക്കുമ്പോൾ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കും. ഈ 1.5 ഇഞ്ച് നമ്മൾ വെട്ടി ഒഴിവാക്കണം. അത് നമ്മൾ ഡോട്ട് ഇടപ്പം പോകുന്നതാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ബ്ലൗസിൽ വെക്കണം. ആ മേളി ഭാഗത്ത് ഒരു കോൺ കണ്ടോ, ഒരു മൂല കോൺ, ആ കോൺ വരത്തക്ക വണ്ണം വേണം തുണിയിൽ ഇത് നമ്മൾ പാറ്റേൺ വയ്ക്കുക. വെച്ചിട്ട് വേറെ ഒന്നുമില്ല, ഇതുപോലെ വരച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുക ഫ്രണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരുപാട് അളവും തൂക്കമൊന്നും വേണ്ട ഇതിന്. പാറ്റേൺ വെട്ടിയെടുത്താൽ വളരെ എളുപ്പമാണ്. ആ കോൺ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ മേളിൽ ഷോൾഡർ ഭാഗത്തൊരു കോൺ വരണം, എന്നാലേ ഇത് കറക്റ്റ് ക്രോസ് കട്ട് ആവുള്ളൂ. നമ്മളെ ഈ ഇടുപ്പളവും നമ്മളെ ബോഡിയായിട്ട് ഒരു ബന്ധമുണ്ട്. നമുക്ക് അത് വെച്ച് തന്നെ ഈ കട്ടിങ് വെച്ച് ഇതുപോലെ തുണിയിൽ എത്ര കട്ടിങ് വേണമെങ്കിലും